പ്ലസ് ടു കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ആംബിഷൻ ഉള്ള കുട്ടികൾക്കാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിൽ ഇന്ത്യയിലെ ടോപ്പ് പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന്റെയും എൻട്രൻസ് എക്സാംസും ഈ എൻട്രൻസ് എക്സാം എല്ലാം കഴിഞ്ഞിട്ടുള്ള ചലഞ്ചസിനെ കുറിച്ചും എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ദിസ് ഇസ് ശരത് ഫ്രം ക്യാമ്പസ് മാൻ. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ എന്നെ കാണുന്നത് ചിലപ്പോൾ ഒരു മൊബൈലിലായിരിക്കാം, ചിലപ്പോൾ ഒരു ലാപ്ടോപ്പിലായിരിക്കാം, അതും നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലിരുന്നായിരിക്കാം കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ബസ്സിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ട്രെയിനിലായിരിക്കാം, അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനിലായിരിക്കാം. എഞ്ചിനീയറിംഗ് ഈസ് എവ്രിവെയർ. മാത്രമല്ല, ഇന്ന് നമുക്കൊരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അസുഖം ഡയഗ്നോസിസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും ടെക്നോളജിയുടെ ഹെൽപ്പ് വേണം. ഡോക്ടറിനെ കൊണ്ട് മാത്രം ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല. അത്രയ്ക്ക് വലിയ റോൾ ഉണ്ട് എഞ്ചിനീയറിംഗിന് നമ്മുടെ ഡെയിലി ലൈഫിൽ. സോ സയൻസിന്റെ മാത്സിന്റെ സഹായത്തോടു കൂടി പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഹ്യൂമൻസിന് വേണ്ട യൂസ്ഫുൾ ആയിട്ടുള്ള തിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ്. എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിങ്ങളൊരു കരിയർ ഫൈൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് IITസും NITസും, പിന്നെ ചില പബ്ലിക് ഫണ്ടഡ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസും. സോ ഈ ടോപ്പ് കാറ്റഗറി ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ എൻട്രൻസ് ടെസ്റ്റ് ആണ് JEE, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. നിങ്ങൾ പ്ലസ് ടുവിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സാം എഴുതാൻ എലിജിബിൾ ആണ്. സോ നൗ ടോക്കിംഗ് അബൌട്ട് JEEയിൽ 2 എക്സാംസ് ഉണ്ട്. ഒന്ന് JEE മെയിൻസും, 2 JEE അഡ്വാൻസ്ഡും. JEE മെയിൻസിൽ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 3 പേപ്പറാണ് ഉള്ളത്. ഇതിൽ പേപ്പർ 1 എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗും, പേപ്പർ 2 എന്ന് പറയുന്നത് ആർക്കിടെക്ചറിനും, പേപ്പർ 3 എന്ന് പറയുന്നത് ബി പ്ലാനിങ്ങിനുള്ള എക്സാംസ് ആണ്. ആൻഡ് ഈ എക്സാംസ് ഒക്കെ കമ്പ്യൂട്ടർ മോഡ് ടെസ്റ്റ് ആണ്. ഈ വർഷത്തെ JEE ആപ്ലിക്കേഷൻസിന്റെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പൊ തന്നെ പോയി അപ്ലൈ ചെയ്തോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. JEE മെയിൻസിൽ 2.5 ലക്ഷം റാങ്കിലെങ്കിലും നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് JEE അഡ്വാൻസ്ഡ് എഴുതാൻ കഴിയത്തുള്ളൂ. സോ JEE മെയിൻസിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ JEE മെയിൻസിൽ നിങ്ങൾക്ക് 2 സെഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടോ സ്ട്രെസ് കൊണ്ടോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിലും പേടിക്കേണ്ട മക്കളെ, 2ാമത്തെ സെക്ഷൻസിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ 2 എക്സാമിനും ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഒരു എക്സാം നിങ്ങൾ എഴുതി മറ്റൊരു എക്സാം നിങ്ങൾ എഴുതിയില്ല എന്ന് പറഞ്ഞ് യാതൊരു തര പ്രശ്നവും ഇല്ല. സോ 2 സെഷനും ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. JEEയുടെ എക്സാം ഡേറ്റ്സ് എന്ന് പറയുന്നത് January 21 മുതൽ January 30 വരെയാണ്. ഈ പറഞ്ഞ ഡേറ്റ് ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ്. ലുക്ക് ഔട്ട് ഫോർ ദി ഫൈനൽ ഡേറ്റ്. ഫർദർ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ എക്സാം ഈ ഒരു ഡേറ്റിൽ തന്നെ ആയിരിക്കും നടക്കുന്നത്. ആൻഡ് ഫസ്റ്റ് സെഷന്റെ റിസൾട്ട് ഫെബ്രുവരിക്കും മാർച്ചിനും ബിറ്റ്വീൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. JEE മെയിൻസിന്റെ 2ാമത്തെ സെഷൻ April 1 മുതൽ 10th വരെ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡേറ്റ്സും ടെൻറ്റേറ്റീവ് തന്നെ ആയിരിക്കും. ഈ പറഞ്ഞ 2 സെഷൻസും കഴിഞ്ഞാൽ മാത്രമേ JEE അഡ്വാൻസ്ഡിന്റെ ആപ്ലിക്കേഷനും എക്സാം ഡേറ്റ്സ് ഒക്കെ റിലീസ് ചെയ്യത്തുള്ളൂ. So now let's talk about some of the top institutions for engineering in India. Obviously, എഞ്ചിനീയറിംഗിലെ ടോപ്പ് കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ ഓടിയെത്തുന്നതാണ് IITs and NITs. അപ്പാർട്ട് ഫ്രം ദാറ്റ്, പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ജാദവ്പൂർ യൂണിവേഴ്സിറ്റി വെസ്റ്റ് ബംഗാൾ, അണ്ണാ യൂണിവേഴ്സിറ്റി തമിഴ്നാടു, ജാമിയ മിലിയ ഇസ്ലാമിയ ന്യൂഡൽഹി, ഡൽഹി ടെക്നോളജി യൂണിവേഴ്സിറ്റി. ഞാൻ ഈ പറഞ്ഞ പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും കോളേജസും മാത്രമല്ല ഇന്ത്യയിലെ ടോപ്പ് കാറ്റഗറിയിലുള്ളത്. ഇന്ത്യയിൽ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും എഞ്ചിനീയറിംഗിൽ ടോപ്പ് കാറ്റഗറിയിലുണ്ട്. അതിലൊന്നാണ് രാജസ്ഥാനിലെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്. എഞ്ചിനീയറിംഗ് കാറ്റഗറിയിൽ NIRF 11th റാങ്ക് ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത്. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്ക് 3 ക്യാമ്പസ് ആണുള്ളത്. അതിലൊന്ന് രാജസ്ഥാനിലെ പിലാനി എന്ന് പറയുന്ന സ്ഥലത്താണ്. മാത്രമല്ല, ഗോവയിലും ഹൈദരാബാദിലും ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് ക്യാമ്പസ് ഉണ്ട്. ഈ 3 ക്യാമ്പസിലോട്ടുള്ള അഡ്മിഷൻ എലിജിബിലിറ്റി എന്ന് പറയുന്നത് BITSAT എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം ആണ്. ഈ എക്സാം ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾക്കാണ് ഈ പറയുന്ന BITS പിലാനി യൂണിവേഴ്സിറ്റിയിലോട്ട് അഡ്മിഷൻ കിട്ടുന്നത്. ഈ പറഞ്ഞ BITSAT എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിന് JEE പോലെ തന്നെ 2 സെഷൻസ് ആണുള്ളത്. January 20 മുതൽ April 18 വരെ ആയിരിക്കും ഈ ഒരു BITSAT എന്ന് പറയുന്ന എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത്. ആൻഡ് എക്സാം ഡേറ്റ്സ് വരുന്നത് May 26 മുതൽ 30 വരെയാണ്. ഇനി സെക്കൻഡ് സെക്ഷന്റെ ആപ്ലിക്കേഷൻ May ലാസ്റ്റ് വീക്ക് മുതൽ June 10 വരെ ഓപ്പൺ ആയിരിക്കും. 2ാമത്തത് SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ചെന്നൈ. NIRF റാങ്കിങ്ങിൽ 14th പൊസിഷനാണ് SRM യൂണിവേഴ്സിറ്റി വരുന്നത്. അഡ്മിഷൻ നാഷണൽ ലെവൽ ടെസ്റ്റ് ആയ SRM JEE എക്സാമിന്റെ സ്കോർസിന്റെയും കൗൺസിലിംഗിന്റെയും ബേസിലാണ് ഇവിടുത്തെ അഡ്മിഷൻ എലിജിബിലിറ്റി വരുന്നത്. 3 ഫേസിലാണ് ഈ എക്സാം. JEE സെഷൻസിന് പോലെ തന്നെയാണ് ഈ ഫേസും. ഫേസ് 1 ആപ്ലിക്കേഷൻസ് കറന്റ് ഓപ്പൺ ആണ്. ഡെഡ് ലൈൻ April 16th. എക്സാം ഡേറ്റ്സ് April 23 മുതൽ 28 വരെയാണ്. ഫേസ് 2ന്റെ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ വരുന്നത് June 4 എക്സാം ഡേറ്റ് 10 മുതൽ 15 വരെയാണ്. ആൻഡ്
മൂന്നാമത്തെ ഫേസ് ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ വരുന്നത് ജൂൺ 30 എക്സാം ഡേറ്റ്സ് ജൂലൈ 4 മുതൽ 5 വരെയുമാണ്. അടുത്ത ടോപ്പ് കാറ്റഗറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തമിഴ്നാട് ആണ്. NIRF എഞ്ചിനീയറിംഗ് റാങ്കിങ്ങിൽ ഓൾ ഇന്ത്യ ലെവലിൽ 26th പൊസിഷനാണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വരുന്നത്. ഇവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന്റെയും കൗൺസിലിംഗിന്റെയും ബേസിലാണ്. ആപ്ലിക്കേഷൻസ് കറന്റ് ഓപ്പൺ ആണ്. മാർച്ച് 31 ആണ് ഡെഡ് ലൈൻ. ആൻഡ് എക്സാം ഡേറ്റ്സ് ഏപ്രിൽ 28 മുതൽ മെയ് 3 വരെ ആയിരിക്കാം. മെയ്യിൽ തന്നെ റിസൾട്ടും പ്രതീക്ഷിക്കാം. ഇന്ത്യയിലെ അടുത്ത ടോപ്പ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ശിക്ഷ ഓ അനുസന്ധൻ. NIRF റാങ്കിങ്ങിൽ 22nd പൊസിഷനാണ് ഈ ഒരു കോളേജിൽ വരുന്നത്. അഡ്മിഷൻസ് SAAT എക്സാംസിന്റെ ബേസിലാണ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ JEE മെയിൻസിന്റെ മാർക്കും കൺസിഡർ ചെയ്യുന്നതാണ്. 2 ഫേസിലായിരിക്കും എക്സാം. ഫേസ് 1 ആപ്ലിക്കേഷൻ ഡിസംബർ മുതൽ ഏപ്രിൽ വരെ ഓപ്പൺ ആയിരിക്കും. എക്സാം ഡേറ്റ്സ് മെയ് 2nd വീക്ക് മുതൽ 3rd വീക്ക് വരെ ആയിരിക്കും. ഫേസ് 2ന്റെ ആപ്ലിക്കേഷൻ ലേറ്റ് ഏപ്രിൽ മുതൽ ലേറ്റ് മെയ് വരെ ഓപ്പൺ ആയിരിക്കും. എക്സാംസ് ജൂൺ 2nd മുതൽ 3rd വീക്ക് വരെ ആയിരിക്കാം. ആൻഡ് ഫൈനലി അമൃത വിശ്വവിദ്യാപീഠം, ദ അമൃത യൂണിവേഴ്സിറ്റി, ഓൾ ഇന്ത്യ ലെവലില് NIRF റാങ്കിങ്ങിൽ 23rd പൊസിഷനാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് വരുന്നത്. അമൃത എൻട്രൻസ് എക്സാം എഞ്ചിനീയറിംഗ്, ഈ ഒരു എക്സാമിന്റെ സ്കോറിന്റെ ബേസിസിലാണ് അഡ്മിഷൻ. JEE മെയിൻസിന്റെ സ്കോറും ഇവിടെ കൺസിഡർ ചെയ്യുന്നതാണ്. ഫേസ് 1ഉം ഫേസ് 2വിന്റെയും ആപ്ലിക്കേഷൻ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നതുമാണ്. ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ്. Jan 15th ആണ് ഡെഡ് ലൈൻ. ജാനുവരി 29 മുതൽ ഫെബ്രുവരി 1 വരെയാണ് എക്സാംസും. ഫേസ് 2ന്റെ എക്സാം ഏപ്രിൽ 25 മുതൽ 30 വരെയാണ് നടക്കുന്നത്. അടുത്ത ചില കുട്ടികളുടെ വലിയ കൺസേൺ ആയിരിക്കും, എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണം, പക്ഷെ കേരളം വിട്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല. അപ്പൊ ഏതൊക്കെയാണ് കേരളത്തിലെ ആ ടോപ്പ് കാറ്റഗറി എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ? അതിൽ ഒന്നാമത്തത് NIT കാലിക്കറ്റ്, രണ്ടാമത്തത് IIST ട്രിവാൻഡ്രം, ആൻഡ് തേർഡ് വൺ ഈസ് IIT പാലക്കാട്. ഇനി അടുത്തൊരു കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ട്, എനിക്ക് എഞ്ചിനീയർ ആവണം, പക്ഷേ എൻ്റെ പാട്രിയോട്ടിസം കാരണം എനിക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. യെസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഡിഫൻസ്. അപ്പൊ എങ്ങനെയാണ് ഡിഫൻസിൽ നിങ്ങൾക്ക് ഒരു എഞ്ചിനീയർ ആകാൻ കഴിയുന്നത്? NDA, നാഷണൽ ഡിഫൻസ് അക്കാഡമി. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഞ്ചിനീയർ ആവാം. അപ്പൊ എങ്ങനെയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ എൻ്റർ ആവുന്നത്? നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ടെസ്റ്റ് നിങ്ങൾ ആദ്യം ക്വാളിഫൈ ചെയ്യണം. ആ ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ SSBയുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. ഇവിടുത്തെ എഞ്ചിനീയറിംഗ് നേവി എയർഫോഴ്സ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള 4 ഇയർ BTech ആണ്. ഡിഫൻസ് അക്കാഡമിയിലെ ഫസ്റ്റ് 3 വർഷം നിങ്ങൾ പൂനെ ക്യാമ്പസിലായിരിക്കും. ഫൈനൽ ഇയർ ഡിഗ്രി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് JNU ആണ്. ഫൈനൽ ഇയർ നിങ്ങൾ നേവിയിലാണോ എയർഫോഴ്സിലാണോ എന്നതിന്റെ ബേസിസിലായിരിക്കും എയർഫോഴ്സ് അക്കാഡമിയിലോ നേവി അക്കാഡമിയിലോ ആയിരിക്കും നിങ്ങളുടെ ട്രെയിനിങ്. ഇനി നിങ്ങൾ മിലിറ്ററിയിലാണ് സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഫൈനൽ ഇയർ ഉണ്ടാവില്ല. 3rd ഇയറിന് ശേഷം ട്രെയിനിങ് കഴിഞ്ഞ് ഡയറക്റ്റ് കമ്മീഷൻ ഉണ്ടാവും. ഈ ഒരു പാത്വയിലൂടെ നിങ്ങൾക്ക് കട്ടിംഗ് എഡ്ജ് ഡിഫൻസ് ടെക്നോളജി, വെപ്പൺ സിസ്റ്റംസ്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ്, നേവൽ ആർക്കിടെക്ചർ, കമ്മ്യൂണിക്കേഷൻസ്, അങ്ങനെ ഇന്ത്യയുടെ ഡിഫൻസ് പ്രോഗ്രാമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. വൺ മോർ തിങ്, +2 കഴിഞ്ഞു, ഡിഫൻസ് അക്കാഡമിയുടെ ടെസ്റ്റ് എഴുതി, പക്ഷെ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് ഇനി ഫ്യൂച്ചറിൽ എഞ്ചിനീയർ ആയിട്ട് ഡിഫൻസിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ ഇന്ത്യയിലെ ഏത് റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയർ ഡിഗ്രി കഴിഞ്ഞാലും നിങ്ങൾക്ക് SSBയുടെ ടെസ്റ്റ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എല്ലാ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലും എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എഞ്ചിനീയറിംഗ് ചെയ്താലുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുന്നേ എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോഴുള്ള ചലഞ്ചസിനെ കുറിച്ചാണ് ആദ്യം നിങ്ങൾ അറിയേണ്ടത്. എഞ്ചിനീയറിംഗിൽ നിങ്ങൾ പാഷനേറ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ചലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരും. കാരണം എഞ്ചിനീയറിംഗിൽ നിങ്ങൾ പാഷനേറ്റ് അല്ലെങ്കിൽ ഹെവി വർക്ക് ലോഡ് വെച്ചുകൊണ്ട് ഒരിക്കലും എഞ്ചിനീയറിംഗിന് വേണ്ട സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. 2025 എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയ സ്റ്റുഡൻസിൽ 17% സ്റ്റുഡൻസിന് മാത്രമാണ് ജോലി കിട്ടിയത്. ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിലെ ഹെവി കോമ്പറ്റീഷൻ കാരണം 10 മുതൽ 15% എഞ്ചിനീയറിംഗുകാരുടെ എംപ്ലോയബിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. സോ ഇതിനർത്ഥം 10 മുതൽ 15% വരെയുള്ള പാഷനേറ്റ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് മാത്രമാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയിൽ കരിയർ ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ ഈ കാലത്ത് നിങ്ങൾ IITയിൽ പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ടോപ്പ് കാറ്റഗറി കോളേജിൽ പഠിച്ചതുകൊണ്ടോ കാരണമില്ല. സ്കിൽസ് ഫോക്കസ് ചെയ്യുന്ന ഒരു കൾച്ചറിലോട്ടാണ് ഇന്നത്തെ കമ്പനീസ് എല്ലാം മൂവ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഏത് കോളേജിൽ പഠിച്ചാലും എഞ്ചിനീയറിംഗിൽ പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾ മാത്രമേ എഞ്ചിനീയറിംഗിൽ സക്സീഡ് ആവത്തുള്ളൂ. ഇനി നമുക്ക് എഞ്ചിനീയറിംഗ് ചെയ്താലുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് സംസാരിക്കാം. ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ലീഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ്. ഹിസ്റ്ററിയിൽ നിങ്ങളുടെ ലെഗസി ഉണ്ടാക്കാൻ പല ഓപ്പർച്യൂണിറ്റീസ് എഞ്ചിനീയറിംഗിലുണ്ട്.
കൊങ്കൺ റെയിൽവേ, ഡൽഹി മെട്രോ, കൊച്ചി മെട്രോ അങ്ങനെ പലതും ഡിസൈൻ ചെയ്ത മെട്രോ മാൻ ഈ ശ്രീധരൻ സാർ ഒരു എഞ്ചിനീയർ ആയിരുന്നു. അപ്പോ ഇനി എഞ്ചിനീയറിംഗിലൂടെ നിങ്ങളുടെ പേരായിരിക്കും ഫ്യൂച്ചറിൽ ആൾക്കാർ ഓർക്കുക. എഞ്ചിനീയറിംഗിലൂടെ ഗ്ലോബൽ ചാലഞ്ചസ് ഡീൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് കിട്ടും. ക്ലൈമറ്റ് ചേഞ്ച്, പബ്ലിക് ഹെൽത്ത് അങ്ങനെ പല ഇഷ്യൂസിലും നിങ്ങളുടെ സൊല്യൂഷൻ ചിലപ്പോൾ ലോകത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. എഞ്ചിനീയറിംഗിലൂടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന അനലിറ്റിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് മിക്ക സെക്ടേഴ്സിലും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ പല എഞ്ചിനീയേഴ്സും സക്സസ്ഫുൾ ആയ മാനേജേഴ്സും സിഇഒസും ആണ്. സോ ഫൈനലി എഞ്ചിനീയേഴ്സിന് ഹൈ ഗ്ലോബൽ ഡിമാൻഡ് ആണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്ന ആൾക്കാരിൽ ഒന്ന് എഞ്ചിനീയേഴ്സും ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിൽ പാഷനേറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കരിയർ ഫൈൻഡ് ചെയ്യാൻ കഴിയും. സോ ഈ ഒരു വീഡിയോ എഞ്ചിനീയേഴ്സ് ആവാൻ നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എഞ്ചിനീയർ ആവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസും അപ്ഡേറ്റ്സിനും വേണ്ടിയിട്ട് ക്യാമ്പസ് മാനെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ദിസ് ഇസ് ശരത് ഫ്രം ക്യാമ്പസ് മാൻ സൈനിങ് ഓഫ്.